ഹലോ ഗായ്സ്, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ചൊന്നും ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനും ഇല്ലായിരുന്നു. ബട്ട് ഞങ്ങൾ ഇന്ന് ഡിമാർട്ടിൽ പോവുകയാണ്. ഡിമാർട്ട് എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ അത്യാവശ്യം ഫേമസ് സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഒരുപാട് നല്ല അഫോർഡബിൾ റേഞ്ചസിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിളാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തൊരു ഡിമാർട്ട് ഉണ്ട്, അവിടേക്ക് പോവാണ്. സോ അവിടെ പോകുന്ന വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യില്ലേ? ഒരു 4-4:30 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വെള്ളയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഡിമാർട്ട് അടിച്ചു വെറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ബേസിലും സക്രിയുമാണ് ഡിമാർട്ടിലേക്ക് പോണത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ ഡിമാർട്ട് ഉണ്ട്. നമുക്ക് ഗൊട്ടിഗിര പറഞ്ഞ സ്ഥലത്തുള്ള ഡിമാർട്ടിലാണ് നമ്മൾ പോണത്. ഞങ്ങൾ മുന്നേ അക്ഷയനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡിമാർട്ട് പോയിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ കളക്ഷൻ അത്ര അടിപൊളിയായിരുന്നില്ല. അപ്പം നമ്മൾ ഗൊട്ടിഗിര പോവാന്ന്. ഡിമാർട്ടിന്റെ ഹിസ്റ്ററി അറിയാമെങ്കിൽ ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ഈ ഡി എന്ന് പറയുന്ന ഒരു നെയിമിന്റെ ഡി ആണ്. അത് എന്ത് നെയിമാണെന്നറിയോ? ഇല്ല. ദമനി എന്ന് പറഞ്ഞ ഒരു ഫാമിലി നെയിമിന്റെ ഡി ആണ്. കർണാടകക്കാരാണോ ഇവര്? കർണാടകക്കാരാണെങ്കിൽ പോലും ഇവര് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ഡിമാർട്ട് മുംബൈയിലാണ്. 2000-ലാണ് ഡിമാർട്ട് ഫസ്റ്റ് സ്റ്റോർ ഓപ്പൺ ആവുന്നത്. രാധാകൃഷ്ണൻ ദമനി എന്നാണ് അയാളുടെ പേര്. ആ ദമനിന്റെ ഡി ആണ് ഡി മാർട്ട് വന്നത്. ഓക്കെ, അതൊരു ന്യൂ ഇൻഫർമേഷൻ ആണ്. അത് അങ്ങനെ വേണം നമ്മൾ ഓരോ കാര്യത്തിന്. അയാള് ജീവിച്ചിരിപ്പുണ്ടോ? അത് ഗൂഗിൾ പറഞ്ഞില്ല. അത് വേണം നമുക്ക് നോക്കണം. അപ്പോൾ ഡിമാർട്ട് പോണ വഴിക്ക് നമ്മളൊരു ഷോപ്പ് കണ്ടു. ഒരു ലഗേജ് ബാഗ്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ സക്രിക്ക് ഒരു ബാഗ് നോക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിലേക്ക് കയറി. ലഗേജ് ലോഞ്ച് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നല്ല ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗ്സ് മാത്രമല്ല, വേറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ അവർ സെല് ചെയ്യുന്നുണ്ട്. കൊട, വാലറ്റ്സ്, സ്പ്രേ, പെർഫ്യൂംസ്, പിന്നെന്താ വാച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ സെല് ചെയ്യുന്നുണ്ട് അവർ. ഞങ്ങൾ ഫസ്റ്റ് ടൈമായി കടയിലേക്ക് വരുന്നത്. ഒരുപാട് തവണ ഇത് കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു ലഗേജിന് വാങ്ങേണ്ട ആവശ്യമില്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കൊള്ളാട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ബാഗ് അവിടെ കിട്ടിയില്ല, ഉദ്ദേശിച്ചൊരു റേറ്റിൽ. അപ്പോൾ നമ്മൾ കരുതി വേണ്ട, നമുക്കിനി നേരെ ഡിമാർട്ടിലേക്ക് പോകാമെന്ന ഒരു തീരുമാനത്തോടു കൂടി നമ്മൾ വണ്ടി നേരെ വിട്ടു ഡിമാർട്ടിലേക്ക്. ഇവിടുത്തെ ഡിക്കാത്തലോൺ ഉണ്ടല്ലോ, സീനാട്ടോ, അടിപൊളിയാ. കോഴിക്കോടുള്ള ഡിക്കാത്തലോൺ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഒരു രക്ഷയില്ല. ആകാശം 377 സ്റ്റോർ ഉണ്ട് ഡിമാർട്ടിന്. അത്ര ഫുള്ള് അവിടെ തന്നെ അല്ലേ? 12 സ്റ്റേറ്റിലായിട്ട്. 12 സ്റ്റേറ്റിലുണ്ട്. നമ്മളവിടെ ഇല്ലല്ലോ, കേരളത്തിലില്ല, തമിഴ്നാട്ടിലുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു 9-10 മിനിറ്റ് വണ്ടി ഓടിച്ച് ഡിമാർട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കർണാടകയിലുള്ള ഷോപ്സുകളുടെ ഒരു റൂള് പറഞ്ഞു തരട്ടെ. ഇവിടെ നമ്മൾ ഏതൊരു ഷോപ്പാണെങ്കിൽ പോലും അവിടെ ഇംഗ്ലീഷിൽ മാത്രം പേര് കൊടുക്കാൻ അവർ റൂള് അനുവദിക്കില്ല അത്ര. ഇവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള കന്നഡത്തിൽ കൂടെ ഏത് ഷോപ്പാണെങ്കിലും അതിൻ്റെ പേര് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇനി അങ്ങനെ കൊടുത്തില്ല എന്നാണെങ്കിൽ ഇവരുടെ ഷോപ്പ് അടപ്പിക്കുകയും പിന്നെ ആഫ്റ്റർ അങ്ങനെ റീനെയിമിങ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ ഓപ്പൺ ആവാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ നേറ്റീവ് ലാംഗ്വേജിന്, മദർ ടങ്ങിന് ഒരുപാടധികം സ്നേഹിക്കുന്നത് കൊണ്ടും ബഹുമാനിക്കുന്നതും കൊണ്ടൊക്കെ ആവാം ഇങ്ങനെ ഒരു നിയമം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊരു നിയമം ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഡിമാർട്ടിൻ്റെ അകത്ത് കയറി. പ്രത്യേകിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം ഇങ്ങനെ ഗ്രോസറീസൊക്കെ, അപ്പോൾ നമുക്കത് കൂടുതൽ വാങ്ങാൻ താല്പര്യമില്ലാത്തതിനെ കൊണ്ട് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വിട്ടു. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻലി ഡ്രസ്സുകളായിരുന്നു. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ, ലൈക്ക് ഗേൾസിനും ബോയ്സിനും മെൻ വിമൻ എല്ലാവർക്കും പറ്റിയ പല റേഞ്ചസ് ഓഫ് ഡ്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഡിമാർട്ടിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഷോപ്പിംഗ് അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ എല്ലാ സെക്ഷനും കണ്ട് നടന്നു. പിന്നെ എല്ലാ ഡ്രസ്സും എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ട്, പ്രൈസൊക്കെ എങ്ങനെയുണ്ടൊക്കെ നോക്കി ഞാനിങ്ങനെ ചുമ്മാ നടക്കുമായിരുന്നു.
ബിക്കോസ് നമ്മളൊന്നും വാങ്ങാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈ കണ്ട ഒരു ജാക്കറ്റ് ഒരു കൈൻഡ് ഓഫ് വൂളൻ ടോപ്പാണ്, ഒരു ക്രോപ്പ് ടോപ്പ് പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര സ്മൂത്ത് മെറ്റീരിയലാണ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്വാളിറ്റി എല്ലാം നോക്കി അങ്ങനെ നടന്നു. ബാക്കിയെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് അധികമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ കുറച്ച് ഡയറീസ് എല്ലാം വാങ്ങാൻ വേണ്ടി വന്നു. ഇവിടെ ഒരുപാട് ഡയറി, നോട്ട് ബുക്സ്, ജേർണലിംഗ് ബുക്സ്, പിന്നെ ചെറിയ നോട്ട് പാഡ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. നല്ല ഓഫറും ഉണ്ടായിരുന്നു. ഈ ബുക്ക് ഭയങ്കര അടിപൊളിയായിട്ടില്ല, എനിക്കിതിൻ്റെ ലോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ബുക്ക് സക്രി എടുത്തു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ബുക്കായിരുന്നു, ഒരു ഡിഫറെൻറ്റ് ബുക്കായിരുന്നു. അങ്ങനെ ഞാനും എനിക്ക് ആക്ച്വലി ജേർണൽ ചെയ്യാനൊരു ബുക്കും എടുത്തു. പിന്നെ അതല്ലാണ്ട് ഒരു നോട്ട് പാഡും എടുത്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവുന്ന പോലെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഈ ഏരിയയിൽ നിന്ന്. കാരണം നെക്സ്റ്റ് ഇയർ വരാൻ പോകല്ലേ, അപ്പോൾ ഡയറിയൊക്കെ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഡയറീസും കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോർ അരിച്ച് പെറുക്കി കണ്ടതിന് ശേഷം മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ബേസിൽ പെട്ടെന്നൊരു ജാക്കറ്റ് കണ്ടിട്ട് ഇട്ട് നോക്കണം എന്ന ഒരു ആഗ്രഹം പറഞ്ഞത്. സോ നമ്മൾ ജാക്കറ്റിൻ്റെ മെറൂൺ കളറും കണ്ടു, ബ്ലൂ കളറും കണ്ടു. അപ്പം ബ്ലൂൻ്റെത് ആക്ച്വലി കറക്റ്റ് സൈസിലുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് മീഡിയമാണ്. മീഡിയം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുക, കുറച്ച് ലൂസായിട്ട് നിൽക്കില്ല. നമുക്ക് കുറച്ചൊരു ഓവർ സൈസ്ഡ് വേണമായിരുന്നു. അപ്പോൾ മറൂണിൻ്റെ ആണെങ്കിൽ ഓവർ സൈസ്ഡ് ഒരുപാട് സൈസസ് അവൈലബിളും ആണ്. അപ്പം അത് രണ്ടും ഇട്ട് നോക്കുകയാണ്. അപ്പം ജാക്കറ്റ് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. സക്രിക്കും ഇഷ്ടമായി, ബേസിലിനും ഇഷ്ടമായി. അപ്പം നമ്മൾ ഏത് വാങ്ങണം, ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷനിലാണ്. അപ്പം ആക്ച്വലി എനിക്ക് ഇട്ട് കണ്ടപ്പം രണ്ടുപേർക്കും രണ്ട് കളർ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് നേരിട്ട് കണ്ട സമയത്ത് ബേസിൽ മറൂൺ ചേരുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇട്ടപ്പം എനിക്ക് തോന്നി ബ്ലൂ ആ മാച്ച് എന്ന് തോന്നി. സക്രിക്ക് രണ്ടും മാച്ച് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ആഫ്റ്റർ എ ലോങ് സെഷൻ ഓഫ് ഡിസ്കഷൻ സക്രി ഇതിൻ്റെ മെറൂണും ബേസിൽ ഇതിൻ്റെ ബ്ലൂവും കൺഫേം ചെയ്തു. രണ്ടും നല്ല അടിപൊളി ജാക്കറ്റ്സ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെ അംഗത്തിന് ശേഷം നമുക്കിനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. സെക്കൻഡ് ഫ്ലോറാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ഡിമാർട്ട് അക്കോർഡിംഗ് ടു മീ. നേരത്തെ പോലെ ഫീൽ ചെയ്തത് എടുത്തോ 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 അല്ല എടുത്തോ. അത് ആ കളർ നോക്കിയോക്കാം. അതാകുമ്പോ അങ്ങനെ മുഷിയില്ല. അത് ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ്. നിങ്ങൾ മിസ്റ്റർ ബിൻ കാണുന്ന ഒരാളാണെങ്കിൽ അതിലൊരു എപ്പിസോഡിൽ കാണാം, മിസ്റ്റർ ബിൻ ഒരിടത്ത് ഷോപ്പിങ്ങിന് പോകും. അങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നിടത്ത് ഒരു ഫിഷ് ഫ്രൈ ചെയ്യുന്ന പാൻ വാങ്ങാൻ വേണ്ടി പോകുന്നിടത്ത് ഒരു റോ ഫിഷും കൊണ്ട് പോയി അവിടെ നോക്കി സൈസ് വെച്ച് നോക്കിയിട്ടൊക്കെ ഒരു പാൻ വാങ്ങുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതേപോലെ എനിക്ക് പുതയ്ക്കാനുള്ള പുതപ്പ് ഞാൻ തന്നെ വെച്ച് നോക്കിയിട്ട് ഓക്കെ അല്ലേ, സുഖമില്ല എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യാം. ആ കാണുന്ന ബ്ലാങ്കറ്റ് നമ്മൾ എടുത്തു കേട്ടോ. കുറേ കാലം നല്ലൊരു ബ്ലാങ്കറ്റ് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല ഓഫർ റേറ്റ് ഉണ്ടായിരുന്നു. 499 ആയിരുന്നു ആ ബ്ലാങ്കറ്റിന്. അപ്പം നല്ലൊരു ഭയങ്കര ഒരു കോസി ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബ്ലാങ്കറ്റ് എടുത്തു. ഇനി എന്തുകൊണ്ടാണ് സെക്കൻഡ് ഫ്ലോർ എൻ്റെ ഫേവറേറ്റ് ഫ്ലോറായെന്ന് പറഞ്ഞുതരാം. ഒന്നാമത് എനിക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ്, നല്ല നല്ല പാത്രങ്ങൾ, ഗ്ലാസ് വെസൽസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പം ഈ സെക്ഷൻ മൊത്തം അതായിരുന്നു. മാത്രമല്ല ഈ സെക്ഷനിൽ ഒരുപാട് ഇങ്ങനത്തെ ട്രോളി ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ബേസിലും സക്രയും കൂടി അത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഈ ഫ്ലോർ ഒന്ന് അയച്ച് പറക്കാമെന്ന് കരുതി. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട്. ഇവിടെ ഞാൻ പുറത്തൊക്കെ ഗോൾഡ് പ്ലേറ്റ്സിന് വില വയ്ക്കുമ്പോൾ ഭയങ്കര റേറ്റാണ്. പക്ഷേ ഇവിടെ ഭയങ്കര അഫോർഡബിൾ റേറ്റാണ്. 349 ആണ് ആ പ്ലേറ്റിന്. ഞാൻ വേറൊരു പ്ലേറ്റ് കാണിച്ചാൽ അത് ഭയങ്കര ചീപ്പാണ്. നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് 200 റുപ്പീസ് നമുക്ക് ഈ പ്ലേറ്റ് കിട്ടും. വലിയ പ്ലേറ്റാണ്. അപ്പം എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. മാത്രമല്ല ഇങ്ങനത്തെ കുഞ്ഞി കപ്സൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ട് ലൈക്ക് 69 റുപ്പീസ്. അതുപോലെ തന്നെ വേറൊരു കുഞ്ഞൊരു പ്ലേറ്റ് ഉണ്ട്, അതിന് 59 റുപ്പീസേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ ഇത്ര അധികം എക്സൈറ്റഡ് ആവാൻ കാരണം എന്ന് കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി തമിഴ്നാട്ടിൽ പണ്ട് ഇതേപോലെ ഇങ്ങനത്തെ ഗോൾഡ് വെസൽസിന് വില ചോദിച്ചപ്പം ഭയങ്കര റേറ്റ്, എല്ലാം 500+ ഒക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കതിൻ്റെ റേറ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നി ഇവിടുത്തെ ആ റേറ്റ് കുറവ്. അതുപോലെ ഇങ്ങനത്തെ ബോക്സൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും, ടിഫിൻ ബോക്സൊക്കെ. കാരണം ഇതൊക്കെ ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ളത് ഭയങ്കര റേറ്റിനാണ്. അപ്പോൾ ഇത് ഭയങ്കര ചീപ്പാണ്. ഇങ്ങനത്തെ സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ, പിന്നെ ഇങ്ങനത്തെ വൈൻ ഗ്ലാസ്സൊക്കെ ഭയങ്കര ചീപ്പായിട്ട് 20 റുപ്പീസ് 30 റുപ്പീസിനൊക്കെ അവൈലബിൾ ആണ്.
ഉണ്ട്. അതിനൊക്കെ 45 റുപ്പീസ് മാത്രമേ ഉള്ളൂ. സോ എനിക്കിത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. ഞാൻ എങ്ങോട്ട് വരാൻ എന്തേ വൈകിപ്പോയി എന്ന് അങ്ങനെ ആലോചിക്കണേ. അതുപോലെ ഈ ബോട്ടിൽ കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടൊരു ബോട്ടിലാണ്. ജസ്റ്റ് 79 റുപ്പീസേ ഉള്ളൂ ഈ ബോട്ടിൽ. കംപ്ലീറ്റ്ലി ഗ്ലാസ് ആണ് ആൻഡ് ഇറ്റ്സ് കവേർഡ് ബൈ അനദർ പൗച്ച്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു അത്. പക്ഷേ യൂസ്ഫുൾ അല്ല അത്ര, കാരണം അത്രയും കുറച്ച് വെള്ളം നിറച്ച് നമ്മൾ എങ്ങോട്ട് പോകാനാണ്. സോ അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ ആകെ മൊത്തം അവിടെ ഇങ്ങനെ കണ്ടു നടക്കാൻ അത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഗ്ലാസ് കണ്ടോ, ഒരു കുഞ്ഞൊരു കോഫി മഗ്ഗാണ്. ജസ്റ്റ് 21 റുപ്പീസാണ്. 25 ആണ് MRP, 21 ആണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ തലയിൽ വയ്ക്കുന്ന ഒരു ഷവർ ക്യാപ്പ് അല്ല, ഒരു ഷവർ ലൈക്ക് ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യണ ഒരു ക്യാപ്പാണ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നമ്മൾ അവിടെ ഒരുപാട് ഐറ്റംസ്, ടവൽസ് കണ്ടു, നല്ല പില്ലോസ് കണ്ടു. അതേപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന എന്നാൽ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരുപാട് ഐറ്റംസ്. ക്വാളിറ്റി ഒരുപാട് കുറവൊന്നുമല്ല കേട്ടോ. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. നമ്മളെല്ലാം കഴിഞ്ഞു. സെക്കൻഡ് ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ തേർഡ് ഫ്ലോർ ഇല്ല. ഇത് നമുക്ക് നേരെ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കി, എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് നോക്കി. അപ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ച് നഗറ്റ്സ് വാങ്ങാമെന്ന് കരുതി ചിക്കൻ്റെ. പക്ഷേ അവിടെ ചിക്കൻ നഗറ്റ്സ് ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ നഗറ്റ്സും ഫ്രൈസും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും വാങ്ങിയില്ല. നമ്മളെല്ലാം അങ്ങനെ അവിടെ തിരിച്ചു വെച്ചു. അങ്ങനെ ആഫ്റ്റർ 2.5 hours ഓഫ് ഷോപ്പിംഗ് നമ്മൾ ബില്ലൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. തിരിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് യോഗേർട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ട്രോബെറിയും അവർ രണ്ടുപേരും ബ്ലൂബെറിയും വാങ്ങി. എൻ്റെ സ്ട്രോബെറി നല്ലതായിരുന്നു, അവരുടെ ബ്ലൂബെറി നൈസായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ എന്നോടത്ത് ഫ്ലേവർ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ സ്ട്രോബെറി എന്ന് പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചിന്തിക്കാൻ പോയില്ല. ഞാൻ വേറെ ഒരു ലോകത്തായിരുന്നു. അങ്ങനെ പറ്റിപ്പോയതാണ്. സോ നമ്മൾ ഈ ഡിമാർട്ടിൽ പോയി ഷോപ്പ് ചെയ്ത് ഈ കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, കുറച്ച് സാധനങ്ങൾ മാത്രം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഓൾമോസ്റ്റ് ഒരു 11 സ്റ്റേറ്റ്സിൽ 300+ ഷോറൂംസ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കയറി നോക്കുക. നല്ല അഫോർഡബിൾ പ്രൈസസിൽ നമുക്ക് ശരിക്കും യൂസ്ഫുള്ളായ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാത്രമല്ല നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.